എല്ലാവരും വന്ന് നോക്കിയിട്ടല്ല ഇതുവരെ ഒരു ദിവസത്തിന് മുമ്പേ സാറ് വന്ന് നോക്കിയതാ. ഞാൻ പറഞ്ഞിട്ട് 20 ദിവസമായി സാറ് വന്ന് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോകും. സാറ് വന്ന് ഇവിടെ വന്നിട്ട് ഈ ഒരു മാസമായിട്ട് ചെയ്യാത്ത കാര്യം കാരണം തന്നെ പറയുന്നത് ഒരു മാസമായിട്ട് വന്നു, ഒരു മാസം മുന്നേ വന്നു നോക്കി. ഈ ഒരു മാസമായിട്ട് ഒരു കാര്യം ഇങ്ങോട്ട് വരരുത്. അല്ല, നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെയായി ബന്ധപ്പെട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പ്രത്യേകിച്ച് കൊല്ലംകാരായിട്ടുള്ള ആളുകളോടാണ്. അല്ല, ഈ NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് MP ആയിട്ട് എത്ര വർഷങ്ങളായി? 10 വർഷക്കാലമായി. അല്ല, അതിനു മുമ്പേയും ഇതേ കൊല്ലത്ത് ജനപ്രതിനിധിയാണ് ഈ NK പ്രേമചന്ദ്രൻ എന്ന് പറയുന്നത്. ഈ NK പ്രേമചന്ദ്രന് ഇന്നും തീരദേശത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ NK പ്രേമചന്ദ്രനൊക്കെ എത്ര പരാജയമാണ്. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കൂ. വടിവൊത്ത ഭാഷയിൽ ഇംഗ്ലീഷും മലയാളവുമൊക്കെ സംസാരിച്ചാൽ മാത്രം മതിയോ? അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജനങ്ങളുടെ വിഷയങ്ങൾ തീർക്കാൻ സാധിക്കുന്ന ആളുകളെയാണോ കൊല്ലംകാർക്ക് ജനപ്രതിനിധിയായിട്ട് കിട്ടേണ്ടത്? നിങ്ങളൊക്കെ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ കേരളത്തിൽ മാത്രമൊന്നുമല്ല തീരദേശവും കടലാക്രമണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. ലോകത്തെല്ലാ സ്ഥലങ്ങളിലും കടലാക്രമണങ്ങളും തീരദേശത്ത് ആളുകൾ താമസിക്കുന്നതൊക്കെ തന്നെ യാഥാർത്ഥ്യമാണ്. അവിടങ്ങളിലൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോവാറുള്ളത്. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇന്നും തീരദേശങ്ങളിൽ കടലുള്ളിടത്തൊക്കെ തന്നെ കടലാക്രമണങ്ങൾ ഉണ്ടാവും? അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോവേണ്ട ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നേ വരെ നമ്മുടെ കേരളത്തിലെ ജനപ്രതിനിധികൾ ചെയ്യാത്തത്? ഈ NK പ്രേമചന്ദ്രനൊക്കെ ഇത്ര കാലം ഈ MP ഒക്കെ ആയിട്ടും ഇവിടെ വീട് നഷ്ടപ്പെട്ട ആളുകളാണ് ഇവരോട് വോട്ട് ചോദിക്കുന്നത്. അവരുടെ വിഷയത്തിന് ഇന്നും ഒരു മറുപടി പറയാൻ സാധിക്കാഞ്ഞിട്ട് NK പ്രേമചന്ദ്രൻ ഒളിച്ചോടുന്നതല്ലേ നമ്മൾ വീഡിയോയിലൂടെ കണ്ടിട്ടുള്ളത്. അല്ല, ഇനി കൊല്ലത്ത് LDF ഒരു വ്യക്തിയെ അങ്ങ് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥിയാണ് മുകേഷ്, സിനിമാ നടൻ. ആ സിനിമാ നടനോട് റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അരുൺ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങൾക്ക് ഹിന്ദി അറിയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ ജനങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് ഡൽഹിയിൽ നിന്ന് പറയുക എന്ന്? അല്ല, അതിനല്ലേ ഈ അഭിനയം എന്ന് പറയുന്നത്. ഞാനൊരു അഭിനയിക്കുന്ന ആളല്ലേ, ഞാൻ അങ്ങ് അഭിനയിച്ച് പറയുമെന്നാണ് യാതൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറാണ്. നമുക്കൊക്കെ തന്നെ അറിയുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അതേപോലെ തന്നെ രാജ്യത്തുള്ള സകല മാധ്യമ പ്രവർത്തകരും രാജ്യത്തുള്ള സകല പ്രതിപക്ഷവും ഒരു കാര്യം അങ്ങ് ഉറപ്പിച്ചിട്ടുണ്ട്, ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തുക ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും തന്നെയായിരിക്കുമെന്നുള്ളത്. അതുകൊണ്ടുതന്നെ നരേന്ദ്രമോദി നിർത്തിയിരിക്കുന്ന കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചാലല്ലേ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കൂ. അവിടെ എന്തെങ്കിലും ജനങ്ങൾക്ക് ഉപകാരമുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കൃഷ്ണകുമാറിനെ കൊണ്ട് മാത്രമല്ലേ സാധിക്കൂ. ഇതൊക്കെ പറയുമ്പോൾ ഒരു ഭാഗം കൂടി പറയുകയാണെന്നൊന്നും ആരും കരുതണ്ട. മറിച്ച് സുബോധം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. വർഷങ്ങളായിട്ട് നമ്മുടെ കേരളം മാറി മാറി ഇടതും വലതും ഭരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്നും നമ്മുടെ കേരളത്തിലെ തീരദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ കേരളത്തിലും ഒരു മാറ്റമൊക്കെ വേണ്ടേ?